ഇപ്പോൾ ഒരു ലാപ്ടോപ്പ് പോലും ഇല്ലാതെ AI ഉപയോഗിച്ച് പണം ഉണ്ടാക്കുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് അത് ചെയ്ത് പണം ഉണ്ടാക്കണമെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് AI ഉപയോഗിച്ച് ഈസി ആയിട്ട് പണം ഉണ്ടാക്കാം. അപ്പോൾ ലാപ്ടോപ്പോ കാര്യങ്ങളോ ഒന്നും വേണ്ട. അപ്പോൾ ഇപ്പോഴും അത് ചെയ്യുന്നുണ്ട്. അത് എന്തൊക്കെ ട്രിക്കാണ്, എന്തൊക്കെയാണെന്നാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഇപ്പം പറയുകയാണെങ്കിൽ AI എന്നുള്ളത് ഫ്യൂച്ചറൊന്നുമല്ല, അത് പ്രസൻറ്റിലുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് 3-4 സിമ്പിൾ വേസ് ഓഫ് ഏണിംഗ് ആണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ആർക്കും വേണമെങ്കിൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം 4 കാര്യങ്ങളാണ്, 4-5 കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരിക. അത് നിങ്ങളെ എളുപ്പമാക്കും. നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുള്ളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ഒരു കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. അപ്പോൾ എന്തായാലും ഞാൻ ഓരോ ട്രിക്കായിട്ട് പറഞ്ഞുതരാം. ഒന്നാമത്തെ ട്രിക്ക് കണ്ടൻറ് റൈറ്റിംഗ് വിത്ത് AI ആണ്. കണ്ടൻറ് റൈറ്റിംഗ് ചെയ്യുക AI വഴി. നമ്മളെന്ന് പറഞ്ഞാൽ ആർട്ടിക്കിൾസ്, ക്യാപ്ഷൻ, സ്ക്രിപ്റ്റ് AI ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെയെല്ലാം നമുക്ക് AI ഉപയോഗിച്ച് ഇപ്പോൾ AIയിൽ എല്ലാം നമുക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ AI ലോകമാണ് എല്ലാവരും. അതുകൊണ്ട് തന്നെ ChatGPT അല്ലെങ്കിൽ ജെമിനി എല്ലാം കുറേ വന്ന് കിടപ്പുണ്ട്. അപ്പോൾ ഗ്രാമർലി എന്ന് പറഞ്ഞൊക്കെ ടൂൾസ് ഉണ്ട്. അതിലൊക്കെ നമുക്കിങ്ങനെ ചെയ്ത് പൈസ ഉണ്ടാക്കണം ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അപ്പം ക്ലയൻസിന് വേണ്ടത് കണ്ടൻറ്റ് വേണം. അപ്പം നിങ്ങൾ AI ഉപയോഗിച്ച് ഫാസ്റ്റായി ക്രിയേറ്റ് ചെയ്താൽ പൈസ എന്തായാലും ഏൺ ചെയ്യാൻ പറ്റും. അതൊരു എളുപ്പ വഴിയാണ് ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നത്. AI ഉപയോഗിച്ച് പെട്ടെന്ന് ഇടും, എന്നിട്ട് പൈസ അവരുണ്ടാക്കും. അപ്പം അങ്ങനെ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങളതൊന്ന് ചെയ്തു നോക്ക്. എന്ന് പറയുന്നത് കണ്ടൻറ് റൈറ്റിംഗ് ചെയ്യാം. അപ്പോൾ പിന്നെ എനിക്ക് പറയാനുള്ളത് ഡിസൈൻ ഓർ തമ്പനെയിൽ ക്രിയേഷനാണ്. അതെല്ലാവരും ചെയ്യുന്നതാണ് പൈസ ഉണ്ടാക്കാൻ. മനസ്സിലായല്ലോ? യൂട്യൂബ് തമ്പനെയിൽ അല്ലെങ്കിൽ പോസ്റ്റർ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കും, അല്ലെങ്കിൽ കടയിൽ എന്തെങ്കിലും ഒരു പോസ്റ്റർ കാര്യങ്ങൾ എല്ലാം ക്രിയേറ്റ് ചെയ്ത് കൊടുത്ത് AI വഴി അവർ പൈസ ഉണ്ടാക്കും. പൈസ ഉണ്ടാക്കണം ഇപ്പോഴും ഉണ്ട്. ഇപ്പോൾ ടൂൾസ് എന്ന് പറയുന്നത് ക്യാൻവ, ലിയോനാർഡോ AI അങ്ങനെ പറഞ്ഞ ആപ്പെല്ലാം ഉണ്ട്. അതെല്ലാം ക്രിയേറ്റ് ചെയ്ത് തരുന്നത്. ഇതാണ് മെയിനായിട്ട് നിങ്ങൾക്ക് ഡിസൈനും തമ്പനെയിൽ ക്രിയേഷനും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ക്യാൻവ ഇതിൽ തന്നെ നല്ല രീതിയിൽ കിട്ടും. അപ്പോൾ ഇതിലെല്ലാം പൈസ ഏൺ ചെയ്യുന്നവരാണ് ഇപ്പോഴും. ഇതിൽ കൂടെയും കിട്ടുന്നുണ്ട് ആൾക്കാർക്ക്. അപ്പോൾ ഇതിൽ ഡിസൈൻ സ്കില്ല് ഇല്ലെങ്കിലും AI ഹെൽപ്പ് ചെയ്യും. അതാണ്, അങ്ങനെയും കുറേ പൈസ ഉണ്ടാക്കുന്നവരുണ്ട്. പിന്നെ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് വീഡിയോ എഡിറ്റിംഗ് ഓർ റീൽസാണ്. അങ്ങനെയുണ്ട്. ഷോർട്ട് വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത് ഏൺ ചെയ്യാം നമുക്ക്. അങ്ങനെയുണ്ട്. നല്ല രീതിയിലൊരു ഷോർട്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ട് ഏൺ ചെയ്യാം, അല്ലെങ്കിൽ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് ഇതിൻ്റെ ആൾക്കാർ എത്ര പേര് ഇതിൽ ഏൺ ചെയ്യുന്നുണ്ടെന്ന് അറിയാം നിങ്ങൾക്ക്. അപ്പോൾ ഇതിലെ മെയിൻ എന്ന് പറയുന്നത് CapCut ഉപയോഗിക്കാം നിങ്ങൾക്ക്. ടൂൾസ് ഞാൻ പറഞ്ഞു തരുക. CapCut നമുക്കൊരു നല്ലൊരു ടൂൾസാണ്. പിന്നെ VN ഉണ്ട്, പിന്നെ ഇൻഷോട്ട് ഉണ്ട്, അങ്ങനത്തെ കുറേ ആപ്പുണ്ട്. അതെല്ലാം ഉപയോഗിച്ച് എഡിറ്റിംഗ് ആപ്പുകളാണ്. അതെല്ലാം ഉപയോഗിച്ച് നിങ്ങൾക്ക് ഉണ്ടാക്കാം. പിന്നെ റൺവേ ML എന്ന് പറഞ്ഞ ആപ്പുണ്ട്, ടൂൾസ് ഉണ്ട്. അപ്പോൾ ഇത് ബിസിനസ് പേജൊക്കെ റീൽസ് വേണം, അങ്ങനെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് ഏൺ ചെയ്യാം. അങ്ങനെയൊക്കെ ബിസിനസ് ആൾക്കാർക്കും കാര്യങ്ങൾക്കും എല്ലാം അവരൊക്കെ ചോദിച്ചാലും നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് ഏൺ ചെയ്യാനുള്ള കാര്യങ്ങളാണ്. ഇതെല്ലാം AI വഴി തന്നെ നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പോഴും കുറേ ആൾക്കാർ ചെയ്യുന്നുണ്ട്, എനിക്കറിയാമെന്നുള്ള കുറേ ആൾക്കാരും ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്കും അത് യൂസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ 4ാമത്തെ ട്രിക്ക് എന്ന് പറയുന്നത് യൂട്യൂബ് ഓട്ടോമേഷനാണ്. അപ്പം അതുവഴി തന്നെ നമുക്ക് നല്ല കിട്ടും. ഫേസ് കാണിക്കാതെ ചാനൽ റൺ ചെയ്യാം. അങ്ങനെയും കുറേ പരിപാടികൾ ആൾക്കാർ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് എത്രത്തോളം നല്ലതാണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അത് ഇപ്പോഴും ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോഴും പൈസ കുറേ പേര് ഏൺ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് സ്ക്രിപ്റ്റ്, വോയിസ്, എഡിറ്റിംഗ് ഇതെല്ലാം AI. ജസ്റ്റ് നമ്മളല്ലാത്ത കാണിച്ച് എത്ര പേര് ഇടുന്നുണ്ട്, അവർക്കെല്ലാം പൈസ ഇപ്പോഴും ഏൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് AI ഉപയോഗിച്ചിട്ടുള്ള സ്ക്രിപ്റ്റും വോയിസും എഡിറ്റിങ്ങുമാണ് അതിലെ കാര്യങ്ങൾ. ഇത് കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കും. അത് പറ്റിയ സാധനമാണ്, നല്ല രീതിയിൽ പൈസ വരും. യൂട്യൂബ് ഓട്ടോമേഷൻ എന്ന് പറയുന്നത്. അപ്പം പിന്നെ പറയണത് റിയൽ ടോക്കാണ്. AI മാത്രം മതിയാവില്ല, സ്കില്ലും എഫേർട്ടും വേണം. എന്നാൽ മാത്രമല്ലേ നമുക്ക് ഏൺ ചെയ്യാനൊക്കെ പറ്റൂ. വെറുതെ AI കൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇതൊക്കെ മെയിനാണ്. ഇങ്ങനെയും പൈസ ഉണ്ടാക്കുന്ന കുറേ ആൾക്കാരുണ്ട്. സ്മാർട്ട് വർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ AI യൂസ് ചെയ്ത് ഏൺ ചെയ്യാൻ നിങ്ങൾ എന്താണ് ട്രൈ ചെയ്യാൻ ഇതിൽ നോക്കണമെന്ന് നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കും. പിന്നെ നിങ്ങൾ എന്തായാലും ഏതെങ്കിലുമൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ,
ഇങ്ങനെ ഏൺ ചെയ്യാൻ വേണ്ടി, അത് നിങ്ങളൊന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. പിന്നെ വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റിലൂടെ അറിയിക്കും നിങ്ങൾ. ഇതിലെ മെയിൻ പോയിന്റ് ഇതൊക്കെയാണ്. യൂട്യൂബ് ഓട്ടോമേഷനും കിട്ടും, വീഡിയോ എഡിറ്റിങ്ങിനും പൈസ കിട്ടും, ഡിസൈൻ ഓർ തംബ്നെയിൽ ക്രിയേഷൻ, പിന്നെ കണ്ടന്റ് റൈറ്റിംഗ് വിത്ത് AI, അങ്ങനെയെല്ലാമാണ് കൂടുതൽ ആൾക്കാരും പൈസ ഉണ്ടാക്കുന്നത്. ഇതൊക്കെയാണ് മെയിൻ പോയിന്റുകൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ബെല്ലൈക്കനും കൂടെ ഓണാക്കി വെച്ചോ, എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇതൊക്കെയാണ് മെയിൻ. എല്ലാവരും കുറേ ആപ്പുകളൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട്, ഇപ്പോഴും കുറേ പൈസയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിലേതെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. പിന്നെ അല്ലാതെ ആരെങ്കിലും ട്രൈ ചെയ്യാൻ പോകുന്നവരുണ്ടെങ്കിൽ അതിലും കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു അടിപൊളി വ്ളോഗുമായിട്ട് നാളെ കാണാം. അപ്പോഴേക്കും ഗുഡ് ബൈ.